أعوذ بالله من الشيطان الرجيم وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പാരത്രിക ലോകത്ത് അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് വേണ്ടി അവൻ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഭയാനകമായ നരകം, അവിടെ നടക്കുന്ന വ്യത്യസ്തങ്ങളായ ശിക്ഷാ രീതികൾ, ഭീകരമായ ഒട്ടേറെ കാര്യങ്ങൾ ഇതിനകം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നരകവാസികളായ ആളുകൾ നടത്തുന്ന ഒട്ടേറെ വിലാപങ്ങളും ഖേദപ്രകടനങ്ങളുമൊക്കെ പരിശുദ്ധ ഖുർആനിലൂടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിലൂടെയുമൊക്കെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷാരീതികളിൽ അവരുടെ കഴുത്തിന് കൊടുക്കുന്ന ആമങ്ങളും കുടുക്കുകളും ചങ്ങലകളും ദണ്ഡുകളുമെല്ലാം ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറാ. നിശ്ചയമായും നിഷേധികൾക്ക് നാം ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്നു. സലാസില, സലാസില എന്ന് പറഞ്ഞാൽ ചങ്ങലകളാണ്. വഅഗ്ലാലൻ, വഅഗ്ലാലൻ കുടുക്കുകള്, വസഈറ കത്തിയാളുന്ന നരകത്തിയും. നരകവാസികളെ കേവലം നരകത്തിൽ എറിയപ്പെടുക എന്നതിന് അപ്പുറം ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് കുരുക്കുകളിട്ട് ആമങ്ങളിട്ട് കുരുക്കിക്കൊണ്ടാണ് അവർക്ക് പ്രത്യേകമായ രീതിയിലാണ് ശിക്ഷ നൽകപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. കൈകളിലും കാലുകളിലുമൊക്കെ ചങ്ങലകളും വിലങ്ങുകളും. സൂറത്ത് മുസമ്മിൽ 12-13 ആയത്തുകളിലൂടെയും അല്ലാഹു പറഞ്ഞു, ഇന്ന ലദൈനാ അൻകാലൻ വജഹീമാ വതഅമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. ഇന്ന ലദൈനാ, നിശ്ചയമായി നമ്മുടെ പക്കലുണ്ട്. അല്ലാഹു പറയാണ്, നിശ്ചയമായി നമ്മുടെ പക്കലുണ്ട്. അൻകാലൻ, കാൽ ചങ്ങലകളുണ്ട്. കാലിൽ ചങ്ങലകൾ, കാൽ ചങ്ങലകൾ നരകവാസികൾക്ക് വേണ്ടി. വജഹീമ, നരകത്തിയും. വതഅമൻ ദാ ഗുസ്സത്തിൻ, നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. തൊണ്ടയിൽ കുരുങ്ങുന്ന ഭക്ഷണവുമുണ്ട്. വഅദാബൻ അലീമാ, വേദനയേറിയ ശിക്ഷയുമുണ്ട്. അല്ലാഹു തആല പറയുകയാണ്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വീണ്ടും സൂറത്ത് സബയിലെ 33-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, وجعلنا الأغلال في أعناق الذين كفروا هل يجزون إلا ما كانوا يعملون. وجعلنا الأغلال, അഗ്ലാലുകളെ നാം ആക്കിയിട്ടുണ്ട്, ആക്കും, കുരുക്കുകള്, കുടുക്കുകള്. ഫീ അഅ്നാഖിൽ ലദീന കഫറൂ, അവിശ്വസിച്ചവരുടെ പെരടികളിൽ, കഴുത്തുകളിൽ. അവിശ്വസിച്ചവരുടെ പെരടികളിലും കഴുത്തുകളിലുമൊക്കെ കുരുക്കിട്ട് കുരുക്കും. ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ, അവര് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നുണ്ടോ? അല്ലാഹു ഇതെല്ലാം ചെയ്യുന്നത് ആരെയെങ്കിലും ദ്രോഹിക്കാനോ ആരെയെങ്കിലും ആക്രമിക്കാനോ വേണ്ടിയല്ല. അവര് ചെയ്തിട്ടുള്ള ചെയ്തികൾക്കുള്ള പ്രതിഫലം എന്ന നിലക്കല്ലയോ ഇതൊക്കെ നൽകപ്പെടുന്നത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഇനിയും ആ ചങ്ങലകളുടെ നീളവും അതിന്റെ വിശദ വിവരവുമൊക്കെ സൂറത്തു ഹാഖയിൽ അല്ലാഹു പറയുന്നുണ്ട്. നരകത്തിയിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഖുദൂഹു ഫഗുല്ലൂഹു
ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه. നരകവാസികളായ ആളുകളെ, കാഫിറുകളായ ആളുകളെ, നിഷേധികളെ, ധിക്കാരികളെ അവരെ പിടിച്ചോളാൻ അല്ലാഹുവിന്റെ കൽപ്പന. മലക്കുകളോട് ഓർഡർ കൊടുക്കുന്നു. ഖുദൂഹു, അവനെ പിടിക്കൂ. ഫഗുല്ലൂഹു, അവനെ ബന്ധിക്കൂ. ആമമിട്ട് ചങ്ങലകളിട്ട് കുരുക്കൂ, കുടുക്കൂ അവനെ. സുമ്മ ഫീ സിൽസിലത്തിൻ ദറുഹാ, അതെ അങ്ങനെ കുരുക്കുകളിട്ട് സുമ്മൽ ജഹീമ സല്ലൂഹു, നരകത്തിയിൽ അവനെ പ്രവേശിപ്പിക്കൂ. സുമ്മ ഫീ സിൽസിലത്തിൻ, പിന്നീട് ചങ്ങലയിൽ. ദറുഹാ, എങ്ങനെയുള്ള ചങ്ങലകളാണ്? 70 ദിറാഅ, 70 മുഴം നീളമുള്ള ചങ്ങലകൾ. 70 മുഴം നീളമുള്ള ചങ്ങലകൾ. ആ ചങ്ങലകളിൽ ഫസ്ലുകൂഹു, അവനെ പ്രവേശിപ്പിച്ചേക്കൂ. ചങ്ങലകളിൽ വരിഞ്ഞു മുറുക്കിയും ചങ്ങലകളിൽ കോർത്തുകൊണ്ടും യഥാർത്ഥമായ നിലക്കുള്ള ചുടൽ തന്നെയാണ് നടക്കുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചു, അസിൽസില തുദ്ഖിലു ഫീ ഇസ്തിഹി ثم تخرج من فيه ثم ينظمون فيها كما ينظم الجراد في العود حتى يشويا. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ചങ്ങല അവന്റെ ഗുദദ്വാരത്തിലൂടെ അങ്ങ് പ്രവേശിപ്പിക്കപ്പെടും. അവന്റെ മലദ്വാരത്തിലൂടെ, പിന്നിലൂടെ ചങ്ങല അങ്ങോട്ട് പ്രവേശിപ്പിക്കും. ആ ചങ്ങലകൾ പുറത്തേക്ക് ഇടപെടുന്നത് വായിലൂടെയാണ്. പിൻദ്വാരത്തിലൂടെ ചങ്ങല പ്രവേശിപ്പിച്ചവന്റെ വായിലൂടെ ചങ്ങല ഇങ്ങോട്ട് വലിച്ചു. എന്നിട്ടതാ കമ്പിൽ കോർത്തിട്ട് ജറാദിനെ ചുടുന്നത് കണ്ടിട്ടില്ലേ? ഇതേപോലെ അവനെ ചുടും, നരകത്തിയിലിട്ട് കറക്കും. ജറാദ് എന്ന് പറയുന്ന കഴിക്കൽ അനുവദനീയമായ ഒരു ചെറിയ തരം വെട്ടുകിളിയുണ്ട് അറേബ്യൻ രാജ്യങ്ങളിൽ. മുമ്പ് കാലത്ത് ധാരാളമായിട്ടുണ്ടായിരുന്നു. സമക്കും ജറാദുമൊക്കെ ചത്താലും കഴിക്കൽ അനുവദനീയമായ വിഭവങ്ങളിൽപ്പെട്ടതാണ്. അറക്കാതെ നമുക്ക് കഴിക്കാവുന്ന സാധനങ്ങളാണ്. ഒന്ന് സമക്ക്, മത്സ്യം, മറ്റൊന്ന് ജറാദ്, വെട്ടുകിളി എന്ന് പറയും. നമുക്കതത്ര സുപരിചിതമല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ പല രൂപത്തിൽ യൂട്യൂബുകളുടെയൊക്കെ കണ്ടിട്ടുണ്ടാകും ജറാദ് പാകം ചെയ്യുന്ന രീതി. കമ്പിയിൽ കോർക്കലാണ്, കോർത്തിട്ട് തീയിലിട്ടിട്ട്. നമ്മളിവിടെ കോഴിയൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ കറക്കുന്ന, കമ്പിയിൽ കോർത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഈ ഭാഗത്തുകൂടെ കയറ്റി അവന്റെ വായിലൂടെ പുറത്തിട്ട് ചങ്ങലയിലിട്ട് കുരുക്കി. അങ്ങനെ ജറാദ് ചുടപ്പെടും പോലെ ചുടപ്പെടുകയാണ്, കോർത്തിട്ട്. നരകത്തിയില്ല നിലക്കുള്ള കഠിന കഠോരമായ ശിക്ഷയാണ്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, വർണ്ണനീയം, വർണ്ണിക്കാൻ ഒരിക്കലും ആവില്ല. വിശദീകരിച്ചാൽ തീരില്ല. പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. എത്രയാണ് അതിന്റെ ഭീകരതകളും അതിന്റെ പ്രയാസങ്ങളുമെന്നൊന്നും ഒരാളെ കൊണ്ടും നിർണയിക്കാനോ കണക്ക് കൂട്ടാനോ കഴിയില്ല. ആ നിലക്കുള്ള കഠിന കഠോരമായ ശിക്ഷയാണ്. അതിന്റെ എല്ലാം പുറമേ വലഹും മഖാമിഉ മിൻ ഹദീദ് കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ വദൂഖു അദാബൽ ഹരീഖ്. വലഹും അവർക്കുണ്ട് മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ദണ്ഡുകൾ. ഇരുമ്പിനാലുള്ള ദണ്ഡുകളുണ്ട്. ആ ദണ്ഡുകൾ എന്തിനാണ് മലക്കുകൾ പ്രയോജനപ്പെടുത്തുന്നത്? കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ, നരകവാസികൾ അവരുടെ വേദന സഹിക്കവയ്യാതെ ശിക്ഷ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് സങ്കടവും ദുഃഖവും വിഷമവും വേദനയും നിമിത്തം ഒന്ന് നരകത്തിയിൽ നിന്ന് പുറത്തു ചാടാൻ ഉദ്ദേശിച്ചുകൊണ്ട് നരകത്തിയുടെ വാതിലിന്റെ അടുത്തേക്ക് വരാൻ ഒരുങ്ങുമ്പോഴൊക്കെയും മുഈദു ഫീഹാ, അവരെ അതിൽ തന്നെ ഈ ദണ്ഡുകളെ കൊണ്ട് അടിച്ചുകൊണ്ടാണ് അതിലേക്ക് തന്നെ മടക്കി അയക്കപ്പെടുന്നത്. പുറത്തു കിടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ വീണ്ടും ഈ കഠിനമായ ഇരുമ്പ് ദണ്ഡിനാലുള്ള പ്രഹരമേൽപ്പിക്കപ്പെടുകയാണ്. ആ നിലക്കുള്ള അടി, നരകം തന്നെയും ശിക്ഷ.
കൊളുത്തും ചങ്ങലകളും കുരുക്കുകളും മാമങ്ങളും കൊണ്ട് ബന്ധിക്കപ്പെടുന്ന ശിക്ഷ. വളരെയേറെ പ്രയാസകരമായ പ്രത്യേകതരം പാനീയങ്ങളും ഭക്ഷണവും വസ്ത്രവും ആ നിലക്കുള്ള പ്രത്യേകമായ ദണ്ഡനങ്ങളും ശിക്ഷകളും അടങ്ങുന്ന നരകം. ശിക്ഷക്കുമീതേ ശിക്ഷ, ഒരു നിലക്കുമുള്ള ആശ്വാസമില്ലാത്ത നിലക്കുള്ള കഠിന കഠോരമായ ശിക്ഷ. ഇതിനു വേണ്ടി അള്ളാഹു അവിടെ കുരുക്കുകളും ആമങ്ങളും കൈവിലങ്ങുകളും കാൽ ചങ്ങലകളും അതുപോലെയുള്ള ഒട്ടേറെ സാധന സാമഗ്രികൾ, പുറമേ അവരെ അടിക്കുവാൻ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഇരുമ്പിനാലുള്ള ദണ്ഡുകളും അള്ളാഹു അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, നരകവാസികളായ ആളുകൾ നരകാഗ്നിയിൽ വെച്ച് നടത്തുന്ന ഖേദപ്രകടനങ്ങളും അവരുടെ അട്ടഹാസങ്ങളും നിലവിളികളും എല്ലാം വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ ഫുർഖാനിലെ 13-14 വചനങ്ങളിൽ കാണാം, വഇദാ ഉൽഖൂ മിൻഹാ മകാനൻ ضيقan മുഖറനീൻ ദഅൂ ഹുനാലിക സുബൂറാ لا تدعوا اليوم سبورا واحدا وادعوا سبورا كثيرا وإذا ألقوا منها അവരാ നരകത്തിയിൽ ഇടപെടുന്നതായാൽ മകാനൻ ضيقا വളരെ ഇടുങ്ങിയ ഭാഗത്തായി പ്രവേശിപ്പിക്കപ്പെടുന്നത്, വിശാലമായ സ്ഥലമൊന്നുമല്ല. നരകവാസികൾക്ക് നരകം തന്നെയും ശിക്ഷയാണ്. കിടക്കുന്ന സ്ഥലവും ഒരുപാട് ആളുകളെ കുത്തി നിറക്കുന്ന ഏറ്റവും ഇടുങ്ങിയ പ്രദേശങ്ങളാണ്. അതാണ് അല്ലാഹു പറയുന്നത്, മകാനൻ ضيقا, ഇടുങ്ങിയ നരകത്തിന്റെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ അവരെ ഇടപെടുന്നത്. മുഖറനീൻ, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലയിലാകുന്നു. ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലക്ക് നരകത്തിയുടെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ അവർ എറിയപ്പെടുമ്പോ എന്താ സംഭവിക്കുന്നത്? ദഅൂ ഹുനാലിക സുബൂറാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് വിളിച്ചുകൊണ്ടവർ കരയുന്നു, അവർ കേഴുന്നു. ഞാൻ നശിച്ചല്ലോ, ഞാൻ നശിച്ചല്ലോ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ടവൻ കരയുകയാണ്, അവൻ കേഴുകയാണ്. ആ സമയത്ത് അവനോട് പറയപ്പെടും, ലാ തദുൽ യൗമ സുബൂറൻ വാഹിദാ, ഇന്ന് നിങ്ങൾ ഒരു നിലവിളി നിലവിളിച്ചാ പോരാ. ലാ തദുൽ യൗമ, ഇന്ന് നിങ്ങൾ വിളിക്കരുത് സുബൂറൻ വാഹിദാ, ഒരു നിലവിളി മാത്രം നിങ്ങൾ വിളിച്ചാ പോരാ. വദുഉ സുബൂറൻ കസീറാ, നിങ്ങൾ ധാരാളം നിലവിളികൾ വിളിച്ചോളൂ, ധാരാളമായി കേണോളൂ. ഒന്നും രണ്ടൊന്നും മാത്രം കരഞ്ഞാ പോരാ, കരയിൻ, കരയിൻ നിങ്ങൾ, കേഴിൻ നിങ്ങൾ, നിലവിളിക്കൻ നിങ്ങൾ എന്നിങ്ങനെ അവരുടെ സങ്കടവും ദുഃഖവും ഇരട്ടിപ്പിക്കുന്ന നിലക്കുള്ള മറുപടിയല്ലാതെ അവരുടെ കേഴൽ കേട്ടുകൊണ്ട് അലിവ് തോന്നുന്ന ഒരാളും അവിടെയില്ല. അവിടെ സങ്കടം കേട്ടിട്ടൊന്ന് സങ്കടപ്പെടുന്ന ഒരാളും അവിടെയില്ല. അതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്കുകളുടെ മനസ്സിൽ അല്പം പോലും അലിവ് തോന്നാത്ത പ്രകൃതത്തിലാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. തന്നെയും അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അല്ലാഹു വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അലൈഹാ, ആ നരകത്തിയുടെ ഉത്തരവാദിത്വം റബ്ബ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് മലായികത്തുൻ, ചില മലക്കുകൾക്കാണ്. ആ മലക്കുകളുടെ പ്രത്യേകത, അവരുടെ പ്രകൃതം തന്നെയും മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, വളരെ പരുക്കന്മാരാണ് അവര്. പെരുമാറ്റം തന്നെ വളരെ പരുക്കമാണ്. ശിദാദ്, വളരെ കഠിന ഹൃദയന്മാരാണ്. ഒരു നിലക്കും ഏതെങ്കിലും അട്ടഹാസം കേട്ടാലോ നിലവിളി കേട്ടാലോ ഏതെങ്കിലും നിലക്കുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് മനസ്സിനൊരൽപ്പം പോലും ഒരു വിഷമം തോന്നുകയോ അലിവ് തോന്നുകയോ ചെയ്യാത്ത പ്രകൃതക്കാരായ കഠിന മനസ്കരും വളരെ പരുക്കൻ ഹൃദയമുള്ളവരുമായ മലക്കുകളാണ് അവിടെ മറുപടി കൊടുക്കുന്നത്. ഇന്ന് നിങ്ങൾ ഒരിക്കൽ മാത്രം കേണാൽ പോരാ, വദുഉ സുബൂറൻ കസീറാ, ധാരാളം ധാരാളം കരഞ്ഞോളൂ, നിങ്ങൾ അതിന് തികച്ചും അർഹര് തന്നെ. അവര് വിലപിക്കുന്ന വിലാപത്തിന്റെ കൂട്ടത്തിൽ അവര് പറയും,
വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. നരകവാസികളുടെ വിലാപങ്ങളിൽ പെട്ടതാണ് വഹും യസ്തരിഖൂന ഫീഹാ. അവർ ആ നരകത്തിയിൽ വെച്ച് മുറവിളി കൂട്ടും. അവർ ആ നരകത്തിയിൽ വെച്ച് മുറവിളി കൂട്ടുന്നതാണ്. എന്തും പറഞ്ഞിട്ടാ മുറവിളി കൂട്ടുന്നത്? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, ഒന്ന് ഇതിൽ നിന്ന് പുറത്തേക്കിട്ടതായോ. അഖ്രിജ്നാ, ഞങ്ങളെ ഈ നരകത്തിയിൽ നിന്നൊന്ന് പുറത്തേക്കിട്ടതായോ. നഅമൽ സാലിഹൻ, നഅമൽ സാലിഹൻ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ നല്ല നല്ല അമലുകൾ ചെയ്തോളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത പലതും ഉണ്ടായിരുന്നു, അതൊക്കെ പ്രവർത്തിക്കാത്തത് കാരണത്താലാ ഞങ്ങൾ ഇവിടെ വന്ന് വീണതെന്നിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് ഇതിൽ നിന്ന് പുറത്തേക്കിട്ട് തന്നാൽ ഞങ്ങൾ ധാരാളമായി അമലുസ്വാലിഹാത്തുകൾ ചെയ്ത് മടങ്ങി വരാമല്ലാ എന്ന് അവര് പുറവിളി കൂട്ടുന്ന നേരത്ത് അല്ലാഹു അവരോട് ചോദിക്കും, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ. ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ? നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ? നിങ്ങൾക്ക് ഞാൻ സമയം തന്നിരുന്നില്ലയോ? ഏതിനു മാത്രം ഞാൻ നിങ്ങൾക്ക് സമയം തന്നു? എത്രമാത്രം ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നു? മാ യതദക്കറു ഫീഹി മൻ തദക്കറ, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനും പഠിക്കുന്നവർക്ക് പഠിക്കാനും ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാനും അമലി ചെയ്യുന്നവർക്ക് അമലി ചെയ്യാനും ഒക്കെ രൂപത്തിലുള്ള അതിനു മാത്രം നിങ്ങൾക്കുള്ള സമയം, നിങ്ങൾക്ക് ആയുസ് നാം നിങ്ങൾക്ക് നൽകിയിരുന്നില്ലയോ? വജാഅകുമുൻ നദീർ, അങ്ങനെ നിങ്ങൾക്ക് സമയം തന്ന് നിങ്ങളെ ഭൂമിയിൽ ഞാൻ വെറുതെ വിട്ടിട്ടുമില്ല. ആ സമയങ്ങളൊക്കെ നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നും ഏതൊക്കെ മാർഗങ്ങളിലേക്ക് സമയം ദുരുപയോഗം ചെയ്യരുതെന്നും ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനും നേരും നെറികേടും ഏതെല്ലാമാണ് സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും നീതിയും അനീതിയുമെന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടി നദീർ താക്കീതുകാരും നിങ്ങൾക്ക് വന്നിരുന്നില്ലയോ? വന്നിരുന്നു. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യല്ല. അവരുടെ കുറ്റസമ്മതം വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അവരുടെ മനസ്സിന്റെ വേദനയും അവരുടെ മനസ്സിന്റെ കുറ്റസമ്മതവും സൂറത്തുൽ മുൽക്കിലെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ മാ കുന്നാ ഫീഹി അസ്ഹാബിസ് സഈർ ഫഅതറഫൂ ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. വഖാലൂ, അവർ പറയും, നിഷേധികൾ അവിടെ വെച്ച് സമ്മതിക്കും, അവർ വിലപിക്കും. ലൗ കുന്നാ, എന്താണ് അവർ പറയുന്നത്? ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, ഞങ്ങൾ കേൾക്കുകയും കേട്ടതനുസരിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഞങ്ങൾ കേൾക്കുകയും സത്യം കേൾക്കുകയും ആ കേട്ട സത്യത്തിനനുസരിച്ച് ചിന്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ, മാ കുന്നാ, ഞങ്ങളായി തീരുമായിരുന്നില്ലല്ലോ ഫി അസ്ഹാബിസ് സഈർ, കത്തിയാളുന്ന നരകാവകാശികളിൽ ഞങ്ങൾ പെട്ടുപോകില്ലായിരുന്നു. അവിടെ വെച്ചവര് സമ്മതിക്കുക. എന്താ ഇവിടെ പറയുന്നത്? ഞങ്ങൾ കേട്ടില്ല. കേട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല എന്ന് അവര് സമ്മതിക്കുക. കേവലം കേൾവി കൊണ്ട് കാര്യമില്ല. കേൾവി പലരും കേട്ടിട്ടുണ്ട്. അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പലതും കേട്ടിട്ടുണ്ട്. കേവലം കേട്ടതുകൊണ്ട് പ്രയോജനമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വചനമാണ്. കേവലം കേൾവി കൊണ്ട് കാര്യമില്ല. പലരും പലതും കേൾക്കുന്നുണ്ട്. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ അങ്ങ് ഒഴിവാക്കുന്നുണ്ട്. അതും കേൾവിയാണ്. കേട്ടത് ഉപകരിക്കണമെങ്കിൽ ആ കേട്ടതെന്താണെന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ചോളണം. അതാണ് നരകവാസികൾ നരകത്തിയിൽ വെച്ച് വിലപിക്കുമ്പോ പറയുന്നത്, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ,
ഔ നഅഖിലു, ഞങ്ങൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, മാ കുന്നാ, ഞങ്ങളായി തീരുമായിരുന്നില്ലല്ലോ, ഫി അസ്ഹാബിസ് സഈർ, ഈ സഈറിന്റെ അവകാശികളിൽ, നരകാവകാശികളിൽ ഞങ്ങൾ പെട്ടുപോകുമായിരുന്നില്ലല്ലോ, ഞങ്ങൾ കേട്ടില്ലല്ലോ, ഒന്നും ചിന്തിച്ചില്ലല്ലോ. അല്ലാഹു അവരെ സംബന്ധിച്ച് പറയാണ്, ഫഅ്തറഫൂ ബിദംബിഹിം, അവരുടെ കുറ്റങ്ങളൊക്കെ അതാ അവരവിടെ വെച്ച് സമ്മതിക്കുന്നു. നരകത്തിൽ വെച്ച് ഇവിടെ എന്ത് നാക്കിട്ടടിച്ച് ഏത് തെറ്റ് നിഷേധിച്ചവനും നരകത്തിൽ വെച്ചത് സമ്മതിക്കും. ഞാൻ പാപിയാണെന്ന് അവൻ സമ്മതിക്കും. മുഅ്മിനീങ്ങൾ ദുന്യാവെന്നേ സമ്മതിക്കും. കാഫിർ ദുന്യാവെന്ന് സമ്മതിക്കൂല, അവൻ നരകത്തിലെത്തണം അവന് സമ്മതിക്കണമെങ്കിൽ. മുഅ്മിനീങ്ങൾ അവരുടെ ഓരോ ജീവിതത്തിലും, അവരുടെ ജീവിതത്തിൽ വരുന്ന അബദ്ധങ്ങൾ ഓരോന്ന് വരുമ്പോഴും, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. അല്ലാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്താ അവരെ സംബന്ധിച്ച് പറഞ്ഞത്? അവരിൽ നിന്ന് വല്ല ഫാഹിശത്തുകളും വന്നുപോയാൽ, വല്ല നീച പ്രവർത്തനങ്ങളും മുഅ്മിനീങ്ങളിൽ നിന്ന് വിശ്വാസികൾ പ്രവർത്തിച്ചു പോയാൽ, ഔ ളലമൂ അൻഫുസഹും, അല്ലെങ്കിൽ സ്വദേഹങ്ങളോട് തന്നെ അവര് വല്ല അക്രമങ്ങളും അഥവാ ഏതെങ്കിലും തെറ്റുകൾ അവരിൽ സംഭവിച്ചു പോയാൽ, ദക്കറുല്ലാഹ, അവര് അല്ലാഹുവിനെ ഓർക്കുകയാണ്, വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ അവർ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അവർ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണ്. കാരണം പാപം പൊറുക്കുന്നവൻ റബ്ബല്ലാതെ മറ്റാരുമില്ല. വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, പ്രവർത്തിച്ചത് തെറ്റാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ആ തെറ്റിൽ നിന്ന് ഉടനടി വിരമിച്ചുകൊണ്ട് റബ്ബിലേക്ക് അവർ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്ന പ്രകൃതമാണ്. അതാണ് മുഅ്മിനീങ്ങൾ. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനയിലൂടെ റബ്ബിനോട് സമ്മതിക്കുകയാണല്ലോ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു. അബൂഉ ലക ബിദംബി എന്ന് തുടർന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ, അല്ലാഹുവേ, ഞാൻ എന്റെ കുറ്റങ്ങളൊക്കെ നിന്നോട് സമ്മതിച്ചു പറയുന്നു. ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകളുടെ നേതാവായ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ ഞാൻ എന്റെ കുറ്റങ്ങളൊക്കെ നിന്റെ മുമ്പിൽ ഏറ്റുപറയുന്നു എന്ന് പറയുന്നത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. അത് രാത്രിയിൽ ഒരു തവണയും പകലിൽ ഒരു തവണയെങ്കിലും മിനിമം വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അവരുടെ പാപങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്, ആ പാപങ്ങളെ ഏറ്റുപറയുന്നുണ്ട്, അത് സമ്മതിക്കുന്നുണ്ട്. അതേ അവസരത്തിൽ കാഫിറിന്റെയും മുനാഫിക്കിന്റെയും പ്രകൃതം എന്താണ്? അവനോട് ആരെന്തുപദേശിച്ചു കൊടുത്താലും ധിക്കാരത്തോടെ പിന്നെയും മുന്നോട്ട് പോവുകയല്ലാതെ പാപങ്ങളില്ലെന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് വഴിമാറി തൗബ ചെയ്ത് പോകുവാനോ കുറ്റസമ്മതം നടത്തുവാനോ അവർ തയ്യാറാകാതെ ജീവിക്കുന്നു. അങ്ങനെയുള്ള ധിക്കാരിയും നരകത്തിൽ എറിയപ്പെടുമ്പോൾ അവരുടെ പാപങ്ങളൊക്കെ അതാ അപ്പോൾ അവർ സമ്മതിക്കുന്നു. പക്ഷെ അപ്പൊ സമ്മതിച്ചിട്ട് എന്ത് കാര്യം? ആ സമ്മതിച്ചത് കൊണ്ടും ഏറ്റു പറഞ്ഞതുകൊണ്ടും വിലപിച്ചത് കൊണ്ടും കാര്യമില്ല എന്നല്ലേ ഇതുവരെ നമ്മൾ കേട്ടുകഴിഞ്ഞത്. അതുകൊണ്ട് ഇവിടെ വെച്ചേ കുറ്റസമ്മതം നടത്തി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച് നരകത്തിയുടെ അവകാശികളിൽ പെടാതെ സ്വർഗാവകാശികളിൽ പെടാൻ വേണ്ടിയുള്ള അധ്വാനങ്ങൾ നമ്മൾ എപ്പോഴും നടത്തണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും അവർ കുറ്റസമ്മതം നടത്തിയിട്ട് അള്ളാഹിനോട് കേഴുന്ന ഒരു കേണപേക്ഷ സൂറത്ത് ഗാഫിറിലെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫഅ്തറഫ്നാ ബിദുനൂബിനാ ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. ഫഅ്തറഫ്നാ ബിദുനൂബിനാ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങൾ ഇതാ സമ്മതിച്ചിരിക്കുന്നു. അല്ലാഹുവേ, എല്ലാം ഞങ്ങൾ സമ്മതിച്ചു, എല്ലാം ഞങ്ങൾ സമ്മതിച്ചു, തെറ്റുപറ്റിപ്പോയി. അതുകൊണ്ട് ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, ഒന്ന് പുറത്തു കടക്കാൻ വല്ല വഴിയുമുണ്ടോ? ഈ നരകത്തിയിൽ നിന്നൊന്ന് പുറത്തു ചാടാൻ വല്ല മാർഗവുമുണ്ടോ? അതാണ് അവരുടെ വിലാപത്തിന്റെ ചുരുക്കമെന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു. തീർന്നില്ല അവരുടെ ആ കാര്യത്തെ സംബന്ധിച്ച സൂറത്തുൽ മുഅ്മിനൂനിൽ 106 മുതൽക്ക് 108 വരെയുള്ള ആയത്തുകളിലും അല്ലാഹു പറയുന്നു, ഖാലൂ റബ്ബനാ
غلبت علينا شقوتنا وكنا قوما ضالين ربنا أخرجنا منها فإن عدنا فإنا ظالمون قال اخسئوا فيها ولا تكلمون قالوا നരകവാസികൾ പറയും റബ്ബന റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ. ദുനിയാവിൽ വെച്ച് അള്ളാനെ വിളിക്കാത്തവൻ നരകത്തിൽ വെച്ച് വിളിക്കുകയാണ് റബ്ബന. ദുനിയാവിലൊന്ന് റബ്ബനാന്ന് വിളിക്കടോ എന്ന് പറഞ്ഞപ്പോ അവൻ കേട്ടിട്ടില്ല. എന്ത് റബ്ബ്? അതിനവന് സമയം ഉണ്ടായില്ല. അവൻ അള്ളാനോട് ദുആ ചെയ്തില്ല. ഇപ്പൊ നരകത്തിലെത്തുമ്പോ അവന് റബ്ബന റബ്ബി റബ്ബന, എത്രയാ വിളി, റബ്ബന ഞങ്ങളുടെ റബ്ബേ. ഗലബത് അലൈനാ ശിഖ്വതുനാ, ഞങ്ങളുടെ നിർഭാഗ്യം ഞങ്ങളെ അതിജയിച്ച് കളഞ്ഞതാണ്. ഞങ്ങൾ ഭാഗ്യക്കേട് കൊണ്ട് ഞങ്ങൾ ദുനിയാവിൽ അങ്ങനെയൊക്കെ ചെയ്തതാ. ഞങ്ങളുടെ ശിഖ്വത്ത്, ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങളെ അതിജയിച്ച് കളഞ്ഞതാണ് റബ്ബേ. വകുന്നാ ഖൗമൻ ضالين, ഞങ്ങൾ പിഴച്ച ജനതയുമായിരുന്നു. അവിടെ വെച്ച് പറയണേ ഞങ്ങൾ ദൗർഭാഗ്യവാന്മാരായി, ഞങ്ങൾ പിഴച്ചവരായിരുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു നോക്കുകയാണ് റബ്ബന. വീണ്ടും അവരുടെ പ്രാർത്ഥന റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ മിൻഹാ, ഒന്ന് പുറത്തേക്ക് ഇട്ട് തരൂ, ഒന്ന് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തുമോ, ഒന്ന് നരകത്തിയിൽ നിന്നൊന്ന് പുറത്തു കടത്തുമോ. ഫഇൻ ഉദ്നാ, എന്നിട്ട് ഇനി ഞങ്ങൾ വീണ്ടും തിന്മയിലേക്ക് മടങ്ങിയാൽ ഫഇന്നാ ളാലിമൂൻ, അപ്പൊ ഞങ്ങൾ അക്രമികൾ തന്നെയാണ്. ഒരു ചാൻസും കൂടെ തന്നിട്ട് ഞങ്ങൾ ഒന്നും കൂടെ മടക്കി, എന്നിട്ടും ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ റബ്ബേ ശിക്ഷിച്ചോ, ഞങ്ങൾ ളാലിമീങ്ങൾ തന്നെയാണ്, ഞങ്ങൾ അക്രമികൾ തന്നെയാണ്. പക്ഷെ ഒരൊറ്റ ചാൻസ് കൂടി താ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നരകവാസികൾ കേണപേക്ഷിച്ച് നിലവിളി കൂട്ടി മുറവിളി കൂട്ടി സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞു കേഴുമ്പോൾ ആ കേഴലിനും മറുപടിയില്ല, അലിവ് തോന്നുന്ന മറുപടിയില്ല. അവർക്കൊരൊറ്റ മറുപടിയാണ് നൽകപ്പെടുന്നത്, ഖാല ഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, നിന്ദ്യന്മാരായി അതിൽ താമസിക്കടോ. ഇഖ്സഊ ഫീഹാ, വളരെ നിന്ദ്യരായി തന്നെ അതിൽ കഴിച്ചുകൂട്ടു. വലാ തുകല്ലിമൂൻ, എന്നോട് മിണ്ടി പോകരുത്. അല്ലാഹു പറയാണ് മിണ്ടാൻ പാടില്ല, അതിൽ നിന്ദ്യരായി കഴിഞ്ഞോളണം, എന്നോട് സംസാരിക്കാനേ പാടില്ല. നരകവാസികളായ ആളുകളോട് അല്ലാഹു അങ്ങനെ പറയും. അവസാനം അവര് നിനക്കാവുമ്പോ അവസാനം പറഞ്ഞു നോക്കും, നരകത്തിയുടെ കാവൽക്കാരോട് കേണപേക്ഷ കാര്യമില്ല എന്നറിയാം, കാര്യമില്ല, അവർ കേൾക്കൂല എന്നൊക്കെ അറിയാം. എന്നാലും അത് തന്നെ ഒരു ശിക്ഷയാണ്, നിരന്തരം. وقال الذين في النار لخزنة جهنم ادعوا ربكم يخفف عنا يوما من العذاب قالوا أولم تك تأتيكم رسلكم بالبينات قالوا بلى قالوا فادعوا وما دعاء الكافرين إلا في ضلال. സൂറത്ത് ഗാഫിറിലെ 49 50 ആയത്ത്. وقال الذين في النار, നരകത്തിയിൽ വസിച്ചുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞു നോക്കൂ, നരകവാസികൾ പറഞ്ഞു നോക്കൂ, ആരോട്? ലിഖസനതി ജഹന്നം, ജഹന്നമിന്റെ കാവൽക്കാരോട് പറഞ്ഞു നോക്കും. ആരാ ജഹന്നമിന്റെ കാവൽക്കാര്? മാലിക്കാണ് നേതാവ്. പിന്നെയും ഒരുപാട് സബാനിയത്തുണ്ട് അതിന്റെ അകത്ത്. നേരത്തെ പറഞ്ഞ സവിശേഷതകളാണ് അവർക്കുള്ളത്. അലിവില്ലാത്ത മനസ്സാണ്, എന്ത് കേട്ടാലും കുലുക്കമില്ലാത്ത പ്രകൃതമാണ്. അവരോട് പോലും പറഞ്ഞു നോക്കും, ഉദുഉ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കൂ. മലക്കുകളോട് പറയണം, നരകത്തിന്റെ കാവൽക്കാരോട് പാപികള് പറയും, ഒന്ന് അള്ളാനോട് ദുആർക്കിൻ, നിങ്ങളൊന്ന് അള്ളാനോട് ദുആർക്കിൻ. മലക്കുകളോട് പറയാണ്, നിങ്ങളൊന്ന് നിങ്ങളുടെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കൂ. എന്തിനു വേണ്ടി? യുഖഫിഫ് അന്നാ, ഞങ്ങളിൽ ഒന്ന് ലഘൂകരിച്ച് കിട്ടാൻ, യൗമൻ, ഒരു ദിവസത്തേക്ക്, മിനൽ അദാബ്,
ശിക്ഷയില്ലെന്ന് ഒരു ദിവസത്തെ ഒരു ഇളവ് തരാനൊന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കൂ. നരകത്തിന്റെ കാവൽക്കാരോട് നരകവാസികൾ കേഴുകയാണ്. ആ സമയത്ത് മലക്കുകൾ തിരിച്ചു ചോദിക്കും. ഖാലൂ, അവർ ചോദിക്കുകയാണ്, അവലം തഅതീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്. നമ്മുടെ മനസ്സുകളെ പിടിച്ചു കുലുക്കേണ്ടുന്ന ചോദ്യമാണ്. നമ്മുടെ മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കേണ്ടുന്ന ചോദ്യമാണ്. മലക്കുകളുടെ ചോദ്യം, അവലം തഅതീകും, നിങ്ങൾക്ക് വന്നിരുന്നില്ലയോ? റുസുലുക്കും, നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാര് വന്നിരുന്നില്ലയോ? ബിൽ ബയ്യിനാതി, സത്യമേത് അസത്യമേതെന്ന കൃത്യമായ വിവരണങ്ങളും വിശദീകരണങ്ങളും വ്യക്തമായ തെളിവുകളും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദൂതന്മാര് വന്നിരുന്നില്ലയോ? ഇപ്പൊ നിങ്ങൾ വിലപിക്കുന്നത് എന്തിനാ? ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഇപ്പൊ തന്നെ നമ്മൾ ഖുർആനിൽ ഓതിയില്ലേ? അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണത് പ്രിയപ്പെട്ടവരെ. നരകവാസികൾ അവിടെ വെച്ച് നടത്താൻ പോകുന്ന വിലാപങ്ങൾ വരെ ജീവിച്ചിരിക്കുന്ന നമ്മൾ പാരായണം ചെയ്യുന്നു. എന്തിന്? ഞാൻ ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ അവിടെ നിന്ന് ശ്രമിച്ചിട്ട് വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ വെച്ച് വേണ്ട കരുതൽ നടപടികളും ഞാൻ ചെയ്യണമല്ലോ എന്ന് നമ്മെ പഠിപ്പിക്കാൻ കാരുണ്യവാനായ റഹ്മാനായ റഹീമായ വദൂദായ റഊഫായ റഹീമായ റബ്ബ് നമ്മോടിതാ വലിയ കാരുണ്യമാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നടക്കാൻ പോകുന്നു, അതിൽ നീ പെടരുത്. അതിൽ പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ മരണത്തിന്റെ മുമ്പേ ചെയ്തു വെച്ചോളൂ എന്ന് അല്ലാഹ് അവന്റെ ദൂതരിലൂടെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ട് ഇതൊന്നും പറഞ്ഞില്ല, അറിഞ്ഞില്ല, കേട്ടില്ലെന്ന നിലക്ക് അവിടെ പോയി നരകത്തിലെത്തിയിട്ട് വിലപിക്കുമ്പോൾ മലക്കുകളുടെ ചോദ്യമാണ്, അവലം തഅതീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ വിശദീകരണങ്ങളും കൊണ്ട് നിങ്ങളുടെ ദൂതന്മാര് നിങ്ങൾക്ക് വന്നിരുന്നില്ലയോ? ഖാലൂ ബലാ, നരകവാസികൾ പറയും, അതെ വന്നിരുന്നു. അത് ശരി, വന്നു കിട്ടിയിട്ട് നിങ്ങൾ നിഷേധിച്ചു അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ പിൻപറ്റിയില്ല അല്ലേ? എങ്കിൽ ഖാലൂ, മലക്കുകൾ തിരിച്ചു പറയും, ഫദുഉ, നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചോളി, ഞങ്ങൾ പ്രാർത്ഥിക്കൂല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചോ. എല്ലാം നിങ്ങൾക്ക് അല്ലാഹ് പഠിപ്പിച്ച് തന്നിട്ട് അന്ന് ധിക്കാരികളായി ജീവിച്ചിട്ട് ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ? നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഞങ്ങൾക്ക് അതിനൊഴിവില്ല, ഞങ്ങൾക്ക് അതിന് കഴിയൂല, ഞങ്ങൾക്ക് അതിന് പറ്റൂല. ഫദുഉ, നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചോ. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. കാഫിറിന്റെ ആ നരകത്തിയുടെ വിലാപം ആര് കേൾക്കാനാണ്? കാഫിറുകളുടെ, നിഷേധികളുടെ പ്രാർത്ഥനയല്ല, ഇല്ലാ ഫീ ളലാൽ, വ്യക്തമായ വഴിപിഴവിലല്ലാതെ മറ്റൊന്നുമല്ല. ഉത്തരം കിട്ടൂല, ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. നരകത്തിയിൽ വെച്ച് അങ്ങനെ തേടിയിട്ട് ആര് കേൾക്കാനാ, ആര് ഉത്തരം ചെയ്യാനാ? അല്ലാഹു തആല ഇവിടെ വെച്ച് തന്നെ നമ്മോട് കൃത്യം പറഞ്ഞിരിക്കും. ആ ആശയം മുറിഞ്ഞല്ലോ, നരകവാസികൾക്ക് ആ ആശയം മുറിഞ്ഞു. മലക്കുകൾ അവർക്ക് വേണ്ടി മുണ്ടൂല, സംസാരിക്കൂല, പറയൂല, തേടൂല. എന്നഞ്ഞി അവർക്ക് പറയാനുള്ള എന്താ? എന്നാ ഞങ്ങളൊക്കെ ഒന്നതാ, നിങ്ങൾ അല്ലാഹുവോട് ഒരു ദിവസത്തെ ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള ലഘൂകരണത്തിന് നിങ്ങൾ തേടില്ലെങ്കിൽ ഞങ്ങൾക്കിനി ആവില്ല, ഞങ്ങളെ കൊന്നു തരുമെന്ന്. എന്നാ കൊന്നു തരീൻ, ഞങ്ങൾ ഇവിടെ ജീവിക്കാനാവില്ല. വനാദൗ യാ മാലിക്, വനാദൗ യാ മാലിക് ലിയഖ്ദി അലൈനാ റബ്ബുക് ഖാല ഇന്നകും മാകിസൂൻ. സൂറത്തു സുഖ്റുഫ് 77-ാമത്തെ ആയത്ത്. വനാദൗ, അവർ വിളിച്ചു കേഴും, യാ മാലിക്, മാലിക്കേ, മാലിക്കേ, നരകാഗ്നിയുടെ കാവൽക്കാരുടെ ടോപ്പ് കമാൻഡറായ മാലിക് റളിയല്ലാഹു അൻഹു. മാലിക്, മാലിക്കിനോട് വിളിച്ചുകൊണ്ട് പറയാണ്, ശിക്ഷയ്ക്ക് ലഘൂകരണം വരുത്തും ഒന്നുമില്ലെങ്കിൽ ലിയഖ്ദി അലൈനാ റബ്ബുക്, നിന്റെ റബ്ബിനോട് ഞങ്ങളെ ഒന്ന് കൊന്നു തരാൻ പറ, ഞങ്ങളെ മരിപ്പിക്ക, ജീവിക്കണ്ട, ഇവിടെ വേണ്ട, ഞങ്ങളെ ഒന്ന് ഇല്ലാതാക്കി തരാനൊന്ന് പറയോ. കാലാപ്പോൾ മാലിക്കിന്റെ മറുപടി, ഇന്നകും മാകിസൂൻ, നിങ്ങൾ അതിൽ കഴിച്ചു കൂട്ടേണ്ടവരെന്നെയാണ്, മരിച്ചാണ് പോകാന്ന് വിചാരിച്ചോ? ഭരണത്തോടെ അല്ലാണ്ട് തീർക്കാന്ന് വിചാരിച്ചോ? ഇല്ല, നിങ്ങൾ അതിൽ താമസിക്കേണ്ടവർ തന്നെയാണ്. നരകാഗ്നിയിൽ നിന്ന് പുറത്തേക്കുമില്ല, അതിൻ്റെ അകത്ത് ഒരല്പനേരം പോലും ലഘൂകരണവുമില്ല. എന്നാ മരിച്ചു കിട്ടിയാ മതിയായിരുന്നു എന്ന കൊതിക്ക് മരണവുമില്ല. മരണമില്ലല്ലോ അവിടെ, മരണമില്ലല്ലോ നരകത്തിൽ.
ശാശ്വത ശിക്ഷ തന്നെ അവരോട് അവസാനം പറയപ്പെടും. ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ സവാഉൻ അലൈക്കും ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. സൂറത്തു തൂർ 16-ാമത്തെ വചനം. എന്താണ് അവരോട് പറയാ? ഇസ്ബിറു ഫസ്ബിറു, അതുകൊണ്ട് സഹിച്ചോളി. ഔ ലാ തസ്ബിറു, ഇല്ലെങ്കിൽ സഹിക്കണ്ട. നിങ്ങൾ സഹിച്ചാലും വേണ്ടില്ല, സഹിച്ചില്ലെങ്കിലും വേണ്ടില്ല, സവാഉൻ അലൈക്കും, സമമാണ്, അനുഭവിച്ചേ പറ്റൂ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നരകം എന്ന് പറയുന്നത് ഇത് വളരെ അടുത്ത് നിൽക്കുക. ഓരോരുത്തരുടെയും അന്ത്യനാളാണ് അവന്റെ മരണം. ആ സമയം മുതൽ കണ്ടു തുടങ്ങുന്ന കാര്യമാണ് നരകം. അവന്റെ ഖബറിലേക്ക് തുറന്നു വെക്കപ്പെടുന്നതാണ് നരകത്തിയിൽ നിന്നുള്ളൊരു ഡോർ. മനുഷ്യ സമൂഹത്തിന്റെയും ജിന്നുവർഗത്തെയും അള്ളാഹു ശിക്ഷിക്കുവാൻ ഏർപ്പാട് ചെയ്തിട്ടുള്ള നരകം. അവിടെ സഹിക്കേടുകൊണ്ട് എന്ത് സംസാരിച്ചിട്ടും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. സവാഉൻ അലൈക്കും, നിങ്ങൾക്ക് സമമാണ്. നിങ്ങൾ സഹിച്ചാലും സഹിച്ചില്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സമമാണ്. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനുള്ള പ്രതിഫലം മാത്രമാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. നിങ്ങളോടൊരു ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ അമല് ചെയ്തതിനുള്ള പ്രതിഫലം മാത്രമേ. ഇന്നമാ തുജ്സൗന, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെട്ടിട്ടുള്ളത് മാ കുൻതും തഅമലൂന, നിങ്ങൾ ചെയ്ത ചെയ്തികൾക്ക് മാത്രമാണ്. ഒരാളുടെ പേര് നിങ്ങളുടെ പേരിൽ കെട്ടിവെച്ചിട്ടില്ല. സഹിച്ചേ പറ്റൂ. നേരം നിലവിളി കൂടുകയാണ് നരകത്തിൽ. നിലവിളിയും മുറവിളിയും കൂടും. കരച്ചിലും വീഴ്ചിലും ബഹളങ്ങളും മുറവിളികളും വർദ്ധിക്കുകയാണ്. കരയുകയാണ്. കരഞ്ഞ് 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 കണ്ണുനീര് വറ്റും. കണ്ണുനീര് വറ്റിയിട്ട് പിന്നെ കണ്ണിൽ നിന്ന് രക്തമാണ് ഒഴുകുന്നത്. ആ രക്തത്തിന്റെ ധാരകൾ അവന്റെ കവിൾത്തടങ്ങളിലൂടെ വലിച്ചിറങ്ങുന്നതിനെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഇന്നാഹിലന്നാരി, നിശ്ചയമായും നരകവാസികളുടെ യബ്കൂന, അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവർ കരയുക തന്നെ ചെയ്യും. എത്രത്തോളം കരയും? അവരുടെ കണ്ണുനീര് നരകത്തിയിൽ എത്രയാണ്? കണ്ണുനീരിന്റെ കടലാണ്. ഒരു കപ്പൽ ആ കണ്ണുനീരിൽ ഓടിക്കുകയാണെങ്കിൽ കപ്പലോടിക്കാൻ മാത്രമുള്ള കണ്ണുനീരിന്റെ കടലാണ്. കരഞ്ഞ് 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 കണ്ണുനീരൊഴുകിയിട്ട് ആ കണ്ണുനീരിൽ ഒരു കപ്പലോടിക്കാൻ മാത്രമുള്ള ആഴവും പരപ്പോടെ ഒഴുകുന്ന കണ്ണുനീരുകളാണ്. വഇന്നഹും ലയബ്കൂനദ്ദമ, പിന്നേതാ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് വറ്റിപ്പോയി. വഇന്നഹും പിന്നീട് ലയബ്കൂനദ്ദമ, അതായത് അവരുടെ കണ്ണുനീരിന്റെ സ്ഥാനത്ത് പിന്നെ കരയുമ്പോൾ ഒഴുകി വരുന്നത് രക്തമാകുന്നു. ഇനിയും നമുക്ക് കാണാം, ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, നരകവാസികളായ ആളുകളുടെ കരയൽ. ഫയബ്കൂന, അവർ കരഞ്ഞ് കരഞ്ഞ് അവരുടെ കണ്ണുനീര് വറ്റിപ്പോവുകയാണ്. സുമ്മ യബ്കൂനദ്ദമ, പിന്നീട് കണ്ണുനീരിന് പകരം രക്തമാണ് ഒഴുകുന്നത്. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ കണ്ണുനീരും രക്തത്തിന്റെ നീരുമൊക്കെ അവരുടെ കവിൾത്തടങ്ങളിലൂടെ മുഖങ്ങളിലൂടെ ഒഴുകുമ്പോൾ അവരുടെ കണ്ണുനീര് ഒഴുകി ഒഴുകിയിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ അതാ അവരുടെ മുഖങ്ങളിൽ കിടങ്ങുകൾ പോലെ രക്തം ഇങ്ങനെ ചാലിട്ട് ഒഴുകുന്നു. കണ്ണുനീരും ചോരയുമൊക്കെ ഒഴുകി ഒഴുകിയിട്ട് മുഖത്തതാ വലിയ കിടങ്ങ് രൂപത്തിൽ അങ്ങ് പ്രത്യേകമായ രൂപം വരക്കപ്പെട്ടിരിക്കുന്നു. എത്രത്തോളമാണ് ആ കണ്ണുനീര്! ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റൊരു ഹദീസിലൂടെ, കപ്പലോടിക്കാൻ മാത്രമുള്ളവരെ, കപ്പലിന് സഞ്ചരിക്കാൻ മാത്രം ആഴവും പരപ്പുമുള്ള കണ്ണുനീരിന്റെ കടലാണ്. അവരുടെ തേങ്ങലും അവരുടെ നെടുവേർപ്പുമൊക്കെ ഖുർആൻ പറയുന്നത് ലഹും ഫീഹാ സഫീറും വശഹീഖ്. ആ കുറ്റവാളികൾക്ക്, നിഷേധികൾക്ക് അവിടെയുണ്ട് സഫീർ, തേങ്ങിക്കരച്ചിലുണ്ട്. സഫീർ എന്ന് പറഞ്ഞാൽ തേങ്ങി 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 കരയാണ്. നെടുവേർപ്പാണ് ഷഹീഖ്.
ഷഹീഖ്, നെടുവീർപ്പുകളും തേങ്ങിക്കരയലുകളും. എന്താണ് അവര് പറയുന്നത്? വീണ്ടും അവരുടെ വിലാപം. യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന അർ-റസൂലാ. യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ, നരകത്തിൽ അവരുടെ മുഖങ്ങൾ ഇങ്ങനെ മറിച്ചിടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു, നരകത്തിയുടെ ഒരു ശിക്ഷയിൽപ്പെട്ടതാണ്. ഒരിടത്തല്ല, മറിച്ചിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മറിച്ചിടപ്പെടുകയാണ്, അവരുടെ മുഖങ്ങളിലൂടെ മറിച്ചിടപ്പെടുകയാണ്. ആ സമയത്ത് അവര് പറയുന്നു, യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന അർ-റസൂലാ. ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ അല്ലാഹനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങൾ അല്ലാഹനെ അനുസരിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ റസൂലുള്ളാഹിനെ അനുസരിച്ചിരുന്നെങ്കിൽ. അല്ലാഹനെ റസൂലിനെ അനുസരിക്കൂ എന്ന് ഇവിടെ വെച്ച് പറയപ്പെട്ടാൽ അഹങ്കാരത്തോടെ തിരിഞ്ഞുപോയിരുന്നവന് അവിടെ വെച്ച് തോന്നി, അവിടെ വെച്ച് മനസ്സിലായി, അല്ലാഹനെ റസൂലിനെ അനുസരിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിൽ. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു? വഖാലു, അവര് പിന്നെയും പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ റബ്ബനാ ആതിഹിം ദുഅഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ. സൂറത്തുൽ അഹ്സാബിലെ 66-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുക, റബ്ബേ, ഞങ്ങൾ അല്ലാഹുവിനെ റസൂലിനെയൊക്കെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളെയാണല്ലോ അനുസരിച്ചത്. ഞങ്ങളുടെ സാദാത്തുക്കളെയും വലിയ വലിയ ഞങ്ങളുടെ നേതാക്കളെയും ഒക്കെ ഞങ്ങൾ അനുസരിച്ചു. ഫഅളല്ലൂന സബീല, അവര് ഞങ്ങളെ വഴിപഴപ്പിച്ചു. അവര് പറയുന്നത് ഒന്നും ചിന്തിക്കാതെ ഞങ്ങൾ അങ്ങ് വിഴുങ്ങി. അവര് പറയുന്ന ഏത് തിന്മകൾക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു, സിന്ദാബാദ് വിളിച്ചു. അവരെ ഞങ്ങൾ എല്ലാമായി കണ്ടു. അവർക്ക് വേണ്ടി ഞങ്ങൾ അപ്പകലില്ലാതെ നടന്നു. അങ്ങനെ അവര് ഞങ്ങളെ പഴപ്പിച്ചു. അതുകൊണ്ട് റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ആതിഹിം, നീ അവർക്ക് കൊടുക്കേണമേ, ദഅഫൈനി മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന് ഇരട്ടി അവർക്ക് കൊടുക്കണം. ഞങ്ങൾക്ക് തരുന്നതിന്റെ 2 ഇരട്ടി അവർക്ക് കൊടുക്കണം. വൽഅൻഹും ലഅനൻ കബീറാ, നീ അവരെ വമ്പിച്ച ശാപം ശപിക്കുകയും ചെയ്യണേ. ഇതിന്റെ എല്ലാ വിധത്തിലുള്ള ലഅനത്തുകളും അതിഗൗരവമായ ഗുരുതരമായ വലിയ അളവിൽ തന്നെ അവർക്ക് ലഅനത്ത് കൊടുക്കണേ എന്ന് അവിശ്വാസികൾ പറയുകയാണ്. ഈ വിലാപങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പാഠം പഠിക്കണം. ഈ വിലാപങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നറിയോ? അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ, ശുദ്ധ ഖുർആനും ഹദീസൊക്കെ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കാതിരിക്കുക, ജീവിതത്തെ തിന്മകളിലൂടെ കൊണ്ടുപോവുക, അന്ധവിശ്വാസത്തിന്റെ ആളുകളാവുക, അശ്ലീലതകളുടെയും അധർമ്മങ്ങളുടെയും അനീതികളുടെയും അരാജകത്വത്തിന്റെയും ആളുകളാവുക, ഹറാമിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ അർത്ഥത്തിൽ വളരെ ഗൗരവമായ നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആയതുകൊണ്ട് നരകീയമായ യാതനകളും അതിൻ്റെതായ ഭീകരതകളും ആ നരകശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കുമ്പോഴൊക്കെ നമ്മുടെ കൽബുകളിൽ മിന്നിമറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി നരകശിക്ഷയിൽ നിന്ന് കാവൽ തേടിക്കൊണ്ടിരിക്കുക. ഇനിയും നരകവാസികളുടെ വിലാപങ്ങളും നരകത്തിയിൽ നടക്കാൻ പോകുന്ന വേറെ പല കാര്യങ്ങളുമൊക്കെ നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഭയാനകമായ നരകാഗ്നിയിൽ നിന്ന് നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബാദികളെയും ബന്ധപ്പെട്ടവരെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിയിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം മോചിപ്പിക്കുമാറാകട്ടെ. നാം ചെയ്തിട്ടുള്ള അമലുകളൊക്കെ അല്ലാഹു എല്ലാ കേടുകളും ന്യൂനതകളും പരിഹരിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഏതവസരത്തിൽ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്തോഷത്തിന്റെ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാൻ അല്ലാഹു നമുക്കെല്ലാം കരുത്ത് നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم اللهم أجرنا وأجر والدينا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله